ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ക്ലൗഡ് പുഡിംഗ് ആണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രം മതി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മുടെ വീട്ടുകാരുടെയും ഗസ്റ്റിൻ്റെയൊക്കെ മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല നമുക്ക് ഏത് ഒക്കേഷന് വേണ്ടിയിട്ടും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് അഗർ ചൈന ഗ്രാസിൻ്റെ സ്ട്രിപ്സ് കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതാ ചൈന ഗ്രാസിൻ്റെ ഇത്രയും പോർഷൻ ഒരു 5 മുതൽ ഒരു 10 ഗ്രാം വരെ ഇതുണ്ടാവും കേട്ടോ. അത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് നമുക്കിതൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 മുട്ട എടുത്തിട്ട് അതിൻ്റെ എല്ലാം വൈറ്റുണ്ടല്ലോ അത് രണ്ടായിട്ട് 2 ബൗളിൽ ആക്കി എടുക്കാം. അപ്പോൾ ഇത് എല്ലാം വൈറ്റൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഇതാ ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ജസ്റ്റ് സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മുട്ടയുടെ വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കേക്കിനൊക്കെ നല്ല സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഈ മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1.5 ലിറ്ററോളം കോക്കനട്ട് മിൽക്ക് എടുക്കാം. കോക്കനട്ട് മിൽക്കിന് പകരം നമ്മുടെ നോർമൽ പാൽ എടുത്താലും മതിയാവും. പക്ഷേ തേങ്ങാപ്പാലാവുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങിന്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയതുകൊണ്ടാണ് കേട്ടോ ഇതിൽ നിന്ന് ആവി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അത്യാവശ്യം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് നമ്മുടെ നോർമൽ നാടൻ തേങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ യെല്ലോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും ഇതാ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് നന്നായിട്ട് കുക്കായിട്ട് മെൽട്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്കിൻ്റെയും എഗ്ഗിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടായി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മിൽക്കിൻ്റെ ബേസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ഇത് റെഡിയാക്കി വന്നപ്പോൾ ലാസ്റ്റ് കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മുകളിൽ കാണുന്ന കുറച്ച് വലിയ പീസുകൾ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട്, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഒന്ന് തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ തണുപ്പിച്ചെടുത്തത്. അപ്പോൾ ഇതാ ഓവർനൈറ്റ് ഒക്കെ വെച്ച് നമ്മുടെ ക്ലൗഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലൗഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധുരം നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കാൻ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. മഞ്ഞ് പോലെ ഒരു നനുത്ത ഒരു പുഡിങ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് ഈ സ്പെഷ്യൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. താങ്ക്